എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്, എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്. അവരൊരു അധ്യാപികയാണ്, രാവിലെ പോയിട്ട് മടങ്ങി വരുന്നവരെ എനിക്ക് അവരെക്കുറിച്ച് പേടിയുണ്ട്. എന്നാൽ കേട്ടോളൂ, മോളെക്കുറിച്ചോ മോനെക്കുറിച്ചോ എൻ്റെ ഭാര്യയെക്കുറിച്ചോ എനിക്കുള്ള പേടിയേക്കാൾ അപ്പുറത്തൊരു പേടി വേറൊരാളെക്കുറിച്ചാണ്. അത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എൻ്റെ അമ്മയ്ക്ക് 80 വയസ്സുണ്ട് കേട്ടോ. പ്രായമൊന്നും വല്യപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. വല്യപ്പ പ്രായത്തിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പ്രായം ഒരു നമ്പർ മാത്രമാണ്. 80 വയസ്സുണ്ട് എന്നതുകൊണ്ടല്ല എനിക്ക് പേടി. അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, അതുകൊണ്ടും പേടിയില്ല. ക്യാൻസർ പേഷ്യൻ്റാണ്. ഈ ക്യാൻസർ വന്നിട്ട് സർ അമ്മയുടെ ആമാശയത്തിൻ്റെ ഒരു സിംഹഭാഗവും ഭൂരിഭാഗവും വളരെ കുറച്ച് മാത്രമേ അവിടെയുള്ളൂ, ബാക്കിയൊക്കെ എടുത്തു കളഞ്ഞു. പാൻക്രിയാസിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് കട്ടായി പോയിട്ടുണ്ട്. ഗർഭപാത്രം പണ്ടേ എടുത്തു കളഞ്ഞിട്ടുണ്ട്. 80 വയസ്സുണ്ട്. ആകെ 32 കിലോ ആണ് എൻ്റെ അമ്മയുടെ തൂക്കം. എന്നാൽ പോലും ഞാൻ പറയാം, 80 വയസ്സുണ്ട്, 32 കിലോ തൂക്കേ ഉള്ളൂ, ആമാശയം ഇല്ല, ഗർഭപാത്രമില്ല, പാൻക്രിയാസിൻ്റെ പകുതിയേ ഉള്ളൂ. എന്നാൽ പോലും എൻ്റെ അമ്മ ഇപ്പോഴും പാടത്തും പറമ്പിലും പണിക്കാർ വരുമ്പോൾ പയറ് നടാനും കയപ്പ നടാനും വയ്യെങ്കിലും ആ വയ്ക്കുന്ന രൂപത്തിൽ പയർമണി പോലെ ഇപ്പോഴും തുള്ളി നടക്കുന്നുണ്ട്. ഇപ്പോഴും അമ്മ നടക്കുന്നുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ആ കാരണം വേറെ ഒന്നുമല്ല, ഈ സർജറി നടക്കുമ്പോൾ, വലിയ സർജറിയാണ് നടന്നത് പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ഡോക്ടർ രാജേഷ് നമ്പ്യാർ എന്ന് പറഞ്ഞ ഡോക്ടർ അന്ന് 14 വർഷം മുമ്പേ ആ സർജറി ചെയ്തത്. ഇവിടുന്ന് ഏകദേശം ഈ നമ്മുടെ നെഞ്ചിൻ്റെ ഈ കൂടിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് തുറന്നിട്ട് ഈ പൊക്കിളടക്കം കീറി തുറന്ന് വലിയൊരു സർജറി, മണിക്കൂറുകൾ നീണ്ട ആ ഓപ്പറേഷൻ നടന്നു. ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടു. O നെഗറ്റീവാണ് ഗ്രൂപ്പ്. അന്ന് ബ്ലഡ് ബാങ്കിൽ ചെന്നപ്പോൾ O നെഗറ്റീവ് സ്റ്റോക്കില്ല, നിർഭാഗ്യവശാൽ സ്റ്റോക്കില്ല. ഞാൻ ആകെ ഭയപ്പെട്ടു. ഞാൻ വേറെ എൻ്റെ എടയൂരുള്ള തിണ്ടലത്തുള്ള എൻ്റെ വീട്, പ്രോപ്പർ സ്ഥലം തിണ്ടലാണ്, തിണ്ടലത്തുള്ള എൻ്റെ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് ചോര വേണം, O നെഗറ്റീവാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവിടെ ഓടി വന്നത് ഞങ്ങളുടെ നാട്ടിൽ പരിചയമുള്ള ആരെങ്കിലും, അവിടുന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ കൊന്നക്കാട്ടിൽ തറവാട് എന്ന് പറഞ്ഞൊരു തറവാടുണ്ട്. കൊന്നക്കാട്ടിൽ തറവാട്. ഈ കൊന്നക്കാട്ടിൽ തറവാട്ടിൽ അബ്ദുൽ ഖാദറാക്ക എന്ന് പറഞ്ഞ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഈ അബ്ദുൽ ഖാദറാക്കാൻ്റെ മകൻ അബ്ദുൾ റസാക്കാക്കയാണ് ആദ്യം അവിടെ EMS ഹോസ്പിറ്റലിൽ ഓടി വന്നിട്ട് റസാക്കാക്ക പറഞ്ഞു, എൻ്റെ ബ്ലഡ് O നെഗറ്റീവാണ്, എൻ്റെ ടീച്ചർക്ക് എൻ്റെ ബ്ലഡ് എടുത്തോളൂ, ഞാനിപ്പോൾ അടുത്തൊന്നും ബ്ലഡ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ചോര തന്നത് റസാക്കാക്കയാണ്. റസാക്കാക്കൻ്റെ ചോര എടുത്തു. ചെറുപ്പക്കാരൊക്കെ കേട്ടോ, റസാക്കാക്കൻ്റെ ചോര എടുത്തു, ഒരു കുപ്പി എടുത്തു. അന്ന് കുപ്പിയിലാണ്. അതെടുത്ത് ആ സ്റ്റാൻഡിൽ വെച്ച് ആ കണ്ടെയ്നറിലാക്കിയിട്ട് എൻ്റെ അമ്മയുടെ ശരീരത്തിലേക്ക് ആ ട്യൂബിലൂടെ അങ്ങനെ കയറ്റുകയാണ്. ആ ബ്ലഡ് ഇങ്ങനെ ഇറങ്ങി വന്ന് അമ്മയുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ആ ബ്ലഡ് വന്ന് ഇവിടെ എത്തിയപ്പോൾ അവിടെ സ്റ്റക്കായിട്ട് നിന്നോ? ഇല്ല. വളരെ മനോഹരമായിട്ടാണ് റസാക്കിൻ്റെ ചോര എൻ്റെ അമ്മയുടെ ശരീരത്തിലേക്ക് കയറിപ്പോയത്, വളരെ മനോഹരമായിട്ട്. രണ്ടാമത് അവിടെ ചോര തന്നത് അവിടെ തിണ്ടലം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു പൂജാരി ഉണ്ടായിരുന്നു, പുരുഷോത്തമൻ തിരുമേനിയുടെ മകൻ ശ്രീജിത്തിനെയും എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. രണ്ടാമത് ബ്ലഡ് തന്നത് ശ്രീജിത്താണ്. ചുരുക്കി പറഞ്ഞാൽ റസാക്കാക്കാൻ്റെ ചോരയും, അതായത് ഇസ്ലാമിൻ്റെ ചോരയും, ഞാൻ പറഞ്ഞ ശ്രീജിത്തിൻ്റെ ചോരയും, എൻ്റെ അമ്മയുടെ ശരീരത്തിലുള്ള തനതായ നാണി ടീച്ചറുടെ ചോരയും, ഈ മൂന്നും കൂടിയാണ് കൂടിയപ്പോൾ ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും 80ാമത്തെ വയസ്സിൽ ആമാശയില്ല, ഗർഭപാത്രമില്ല, ഇപ്പോഴും ഓടി നടക്കുക എൻ്റെ അമ്മ. ആ ചോരയുടെ ബലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യൻ ഒന്നാണ് എന്ന് പഠിക്കേണ്ടത് ആദ്യത്തെ പാഠം നമ്മൾ പഠിക്കേണ്ടതാ. ഒരാവശ്യം വന്നാൽ അവിടെ ജാതി മതമൊന്നുമില്ല, എല്ലാവർക്കും അവനവൻ്റെ വിശ്വാസമുണ്ട്, അല്ലേ? മതവിശ്വാസങ്ങളുണ്ട്. ആ മതവിശ്വാസത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നിയമപരിരക്ഷയും എല്ലാവർക്കും ഉണ്ട്, നമുക്കുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നമുക്കൊരാവശ്യം വന്നാൽ അവിടെ ജാതി മതം ഉണ്ടോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ കുറി തൊട്ട ആളില്ലേ, തൊപ്പി വെച്ച ആളില്ലേ, എല്ലാവരും ഇല്ലേ? ആദ്യം നമ്മൾ പഠിക്കേണ്ട പാഠം. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ആ അമ്മയെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്. എന്താ പേടിയെന്നറിയോ? ഞങ്ങളൊക്കെ ജോലിക്ക് പോവും, മക്കൾ പഠിക്കാൻ പോവും, എൻ്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാം. അപ്പം അമ്മയോട് ഞാൻ പറയും, അമ്മേ വാതിലടയ്ക്കണം, പുറത്തൊരു ഗ്രില്ലിൻ്റെ വാതിലുണ്ട്, ഇതൊന്ന് ഊരി വെക്കണ്ടേ? കുഴപ്പമില്ലല്ലോ. പുറത്തൊരു ഗ്രില്ലിൻ്റെ ഇരുമ്പിൻ്റെ വാതിലുണ്ട്, അതും അടയ്ക്കണം. എന്നിട്ട് അമ്മ ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കണ്ട.
എനിക്ക് പേടിയാണ് സത്യം. വാതിൽ തുറക്കണ്ട, എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിച്ചാൽ മതി. എനിക്ക് പേടിയാണ്. ആ പേടി തുടങ്ങിയത് ഒരു പക്ഷേ മുതിർന്ന ആൾക്കാർക്ക് അറിയാം. നിങ്ങളൊക്കെ ആ വാർത്ത വായിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ജില്ല തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് ഇടയ്ക്കൊരു വാർത്ത വന്നു. ആ വാർത്ത കേട്ടവർ ഞാൻ പറയുമ്പോൾ ഓർമ്മ വരും. ആ വാർത്ത ഇതായിരുന്നു: 90 വയസ്സുള്ളൊരു മുത്തശ്ശിയെ 30 വയസ്സുള്ളൊരു യുവാവ് കൊന്നുകളഞ്ഞു. 90 വയസ്സുള്ള മുത്തശ്ശിയെ 30 വയസ്സുള്ള യുവാവ് കൊന്നു എന്നല്ല വാർത്ത. എങ്ങനെ കൊന്നു, എന്ത് ചെയ്തിട്ടാ കൊന്നേ, എനിക്ക് പറയാൻ വയ്യ. 90 വയസ്സുള്ള മുത്തശ്ശിയോട് ആ 30കാരൻ ചെയ്ത ക്രൂരത എന്താണ് എന്ന് എനിക്ക് പറയാൻ വയ്യ. ചുരുക്കി പറഞ്ഞാൽ 90 വയസ്സുള്ള മുത്തശ്ശിയെ പോലും ഒരു യുവതിയായിട്ട് അയാൾക്ക് തെറ്റിദ്ധരിക്കാമെങ്കിൽ, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, എൻ്റെ അമ്മയ്ക്ക് 80 ആയിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് ഭ്രാന്തന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് സാറ് പറഞ്ഞത്. പിന്നീട് തിരിച്ചറിവറിയില്ല. വീട്ടിൽ ചെന്ന് അമ്മയെ തിരിച്ചറിയുന്നില്ല, സഹോദരിയെ തിരിച്ചറിയുന്നില്ല. അതാണ് മുരുകൻ കാട്ടാക്കട സാറിൻ്റെ ഒരു കവിത, നെല്ലിക്ക എന്ന് പറഞ്ഞ കവിത കേട്ടിട്ടുണ്ടോ? നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നോ പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, മിന്നുന്നോ പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടാതുണ്ണി. ആ കവിതയിലെ ആ വരികളല്ല ഞാൻ നിങ്ങളെ കേൾപ്പിക്കേണ്ടത്. എന്നെ പേടിപ്പെടുത്തിയതും എന്നെ സങ്കടപ്പെടുത്തിയതും ആ വരികളല്ല. അതിൻ്റെ അവസാനം ഒരു 4 വരിയുണ്ട്. എന്താ അറിയോ? അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി. കേട്ടോ? അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി, അമ്മ ആരെന്നറിയാതെ ആങ്ങള മാറി, പെങ്ങളാരെന്നറിയാതെ, അതാ പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി. സ്വന്തം അമ്മയെ തിരിച്ചറിയുന്നില്ല. നമ്മുടെ മക്കൾ പോണ വഴികളൊക്കെ സേഫാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? പോട്ടെ, നമ്മൾ പോണ വഴികളെല്ലാം സേഫാണെന്ന് കരുതുന്നുണ്ടോ? എല്ലാം സേഫൊന്നുമല്ല. പോട്ടെ, അവർ സ്കൂളിൽ പോയിരുന്നാൽ അവരെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സഹപാഠികളിൽ ആർക്കൊക്കെ സ്വബോധമുണ്ട് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? ഞാൻ സ്കൂളുകളെ, ഇവിടെ അധ്യാപകരുണ്ട്, എല്ലാവരും ഉണ്ട്, സ്കൂളുകാരുടെ ആരുടെയും കുഴപ്പമല്ല കേട്ടോ. ഞാൻ പൊതുവായിട്ട് പറയുകയാണ്. എല്ലാ സ്കൂളുകളെ കുറിച്ചല്ല പറയണേ. ആ സ്കൂളിനകത്ത് പോയിരിക്കുമ്പോൾ, അവരിരുന്ന് പഠിക്കുമ്പോൾ കൂടെ ഇരുന്ന് പഠിക്കുന്ന സഹപാഠികളിൽ ആർക്കൊക്കെ സ്വബോധമുണ്ട് ഇല്ല, അല്ലെങ്കിൽ ഭ്രാന്തുണ്ട് ഇല്ല എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നു എങ്കിൽ, ഞാൻ കുറ്റിപ്പുറത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യണേ. തൊട്ട് മുൻപേ പൊന്നാനിയിലായിരുന്നു. പൊന്നാനിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് വരുന്ന ഒരു ഹൈവേ ഉണ്ട്. ആ ഹൈവേയിലൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജീപ്പ് ഓടിച്ചിട്ട് ഞാനിങ്ങനെ വരിക. ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ സാർ ഇടതുഭാഗത്തിരിക്കുന്നുണ്ട്, ഞാനാണ് വാഹനം ഓടിക്കണേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ ഫോണിലേക്ക് പെട്ടെന്നൊരു കോള് വന്നു. ഒരു സ്ത്രീയാണ് വിളിക്കണേ. ഈ സ്ത്രീയുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. അത് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം, ഒരു അവസരം തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പരസ്പരം അറിയാവുന്നത് കൊണ്ട് ഈ സ്ത്രീ വിളിച്ചപ്പോൾ പെട്ടെന്ന് സാർ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ സ്ത്രീ പറഞ്ഞു, സാറേ ഒന്ന് പെട്ടെന്ന് ഓടി വാ സാറേ, എൻ്റെ വീട്ടിലേക്കൊന്ന് പെട്ടെന്ന് വാ. അപ്പോൾ സാറ് ചോദിച്ചു, എന്താ കാര്യം, എന്താ പ്രശ്നം, ഇപ്പം എന്താ പുതിയ പ്രശ്നം? സാറേ അതൊന്നും പറയാൻ സമയമില്ല സാറേ, എന്നെ രക്ഷിക്ക് സാറേ എന്നൊരു ശബ്ദം കേട്ടു. പിന്നെ എന്തോ ഒരു ശബ്ദം കേട്ടു. ഫോണ് തെറിച്ചതാണോ അടിച്ച് തെറിപ്പിച്ചതാണോ എന്നറിയില്ല. ഭാഗ്യവശാൽ ഞങ്ങൾ ആ പരിസരത്ത് ഉണ്ട് അന്ന്. ചിലപ്പോൾ ഞങ്ങൾ വെളിയങ്കോടോ അല്ലെങ്കിൽ പഴഞ്ഞിയിലോ അല്ലെങ്കിൽ പൊന്നാനിക്ക് അപ്പുറത്തൊക്കെ ആയിരിക്കാം. അന്ന് ഭാഗ്യവശാൽ ഈ വീട് നിൽക്കുന്ന ലൊക്കാലിറ്റിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങൾ കൃത്യമായിട്ട് വീട് അറിയുന്നത് കൊണ്ടും 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ആ സ്ത്രീ അവരൊരമ്മയാണ്. ഞാൻ അത് എടുത്തു പറയുകയാണേ, ഇവിടെ അമ്മമാരിയ്ക്കുന്നത് കൊണ്ട്. അവരും ഒരു അമ്മയാണ്. ആ മകൻ അവൻ്റെ ഇടത്തെ കൈകൊണ്ട് ആ അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ അമ്മയെ തള്ളിക്കൊണ്ടുപോയി ചുമരിനോട് ചാരി നിർത്തി ഇങ്ങനെ കുത്തി പൊന്തിക്കുകയാണ്. ആ സ്ത്രീക്ക് ആകത്ര ഉയരെയുള്ളൂ, ഒരു പാവപ്പെട്ട സ്ത്രീ, ആകത്ര ഉയരെയുള്ളൂ. അവരെ കുത്തി പൊന്തിച്ച് അവർ ശ്വാസം കിട്ടാതെ പെടയുന്നുണ്ട്. ഈ മകൻ
അമ്മയോട് പറയുന്ന വാക്കുകൾ എനിക്ക് മൈക്കിലൂടെ പരസ്യമായിട്ട് പറയാൻ വയ്യ, അത്രയും വൃത്തികെട്ട വാക്കുകളാണ് അമ്മയോട് പറയുന്നത്. എന്നിട്ട് മറു കൈ ചുരുട്ടിയിട്ട് ഈ അമ്മയുടെ അടിവയറിനിട്ട് ഇടിക്കാൻ വേണ്ടി കൈ പുറകോട്ടെടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ പെട്ടെന്ന് ഈ കാഴ്ച കണ്ട പാടെ ഞങ്ങൾ പെട്ടെന്ന് അവനെ ഒരൊറ്റ വിളി വിളിച്ചു. ആ വിളി വിളിച്ചപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ യൂണിഫോമിലുള്ള ആൾക്കാരെ കണ്ടപ്പോൾ അവൻ പിടിവിട്ടു. ഒരു പക്ഷേ അതിന് മുമ്പ് അടി കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അവൻ ആ സമയത്ത് ഞങ്ങളോട് എത്തിയില്ലായിരുന്നു, ഒരു നിമിഷം വൈകിയിരുന്നു എങ്കിൽ അവൻ പുറകോട്ടെടുത്ത് അതേ ഫോഴ്സിൽ ആ ഇടി ആ അമ്മയ്ക്ക് കിട്ടണേ. എവിടെ കിട്ടണേ? ഇവിടെ. അവിടെയാണ് അവൻ കിടന്നത് 9.5 മാസക്കാലം. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന അമ്മമാരും നമ്മുടെ ഉസ്താദുമാരും ഡോക്ടറും എല്ലാം നമുക്കൊക്കെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് അറിയില്ല അത്. A+B² A²+B² 2AB എന്ന് പഠിപ്പിക്കുന്ന തിരക്കിൽ അമ്മ എന്താണെന്ന് പഠിപ്പിക്കാൻ നമ്മുടെ സിലബസിൽ പ്രത്യേക കോളമൊന്നും ഇല്ലാതെ പോയി എന്ന് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട MP അബ്ദുൽ സമദ് സമദാനി സാഹിബിൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സിലബസിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. അമ്മയെക്കുറിച്ച് അറിയണമെങ്കിൽ സിലബസിനകത്തൊന്നും പോണ്ട. 9.5 മാസക്കാലം ആ ഉദരത്തിനകത്ത് കിടന്നത് ഓർമ്മ ഉണ്ടായാൽ മതി. ആ സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം, മക്കൾ കേട്ടോ, കുഞ്ഞുമക്കളെ കേട്ടോ, നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ഉമ്മ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട സ്നേഹം, നമുക്ക് വേണ്ട ശ്വാസം, നമുക്ക് വേണ്ട ആഹാരം ഒക്കെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങനെ ഒരു കേബിൾ വഴി തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ, രുചിയില്ല, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ജോയിൻസ് ഒക്കെ വേദനയാണ്. മലർന്ന് കിടക്കുമ്പോൾ അയ്യോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും അറിയാതെ ആ ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞ്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റും, ചെരിഞ്ഞു കിടന്ന അയ്യോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും എന്ന് കരുതി കാത്ത് 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 ആ 9.5 മാസക്കാലം കഴിഞ്ഞ് കാണാൻ പോകുന്ന എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ മുഖമൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് ചിന്തിച്ച് നമ്മളെ നോക്കിയ ഉമ്മ ഇപ്പോൾ പിറന്ന് വീണ് ഞങ്ങൾ 9ലാ പഠിക്കണേ, ഞങ്ങൾ 10ലാ പഠിക്കണേ, ഞങ്ങൾ +1 പഠിക്കണേ, ഞങ്ങൾ കോളേജിലാ പഠിക്കണേ, ആകാശം മുട്ടെ ഉയർന്ന് ഞങ്ങൾ വലിയവരാണ് എന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മുടെ അമ്മ, നമ്മുടെ ഉമ്മ നമുക്ക് നൽകിയ 9.5 മാസക്കാലത്തെ ജീവത്യാഗത്തിൻ്റെ ഒരടയാളം ദൈവം പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സമദാന സാഹിബിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാ, ഒരു പൊക്കിൽ കൊടി അടയാളം. എന്ത് പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ചാൽ പോലും ആ ഒരു അടയാളം അവിടുന്ന് മായ്ച്ചു കളയാൻ പറ്റില്ല എന്നാണ് സാറ് ആ പ്രസംഗത്തിൽ കണ്ടത്. ആ ഗർഭപാത്രത്തിനിട്ടാണ് അവൻ ഇടിക്കണേ. അവനും കിടന്നിട്ടുണ്ട് ആ ഉദരത്തിനകത്ത്, അതിനിട്ടിട്ടാണ് ഇടിക്കണേ. എത്ര വയസ്സുള്ള ആളാണെന്നറിയോ? ഞാൻ നീട്ടിക്കൊണ്ടോണില്ല. നിങ്ങളുടെ മനസ്സിലൊക്കെ ആ ചിത്രമുണ്ട്. സ്വന്തം ഉമ്മയുടെ കഴുത്തിന് പിടിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് ആ ചുമരിനോട് ചാരി നിർത്തി ആ കുത്തി പൊന്തിച്ച് വയറിനിട്ട് ഇടിക്കാൻ പോണ ആ മകന് 25, 30, 40 വയസ്സുള്ള ഒരാളാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അത് മാറ്റി വെച്ചോളൂ. അവന് വെറും 14 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പരിസരത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് സ്വന്തം അമ്മയോട് ഈ ക്രൂരത ചെയ്യുന്നത്. യാതൊരു ബോധവും, മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ബോധം നശിച്ച് എന്താണ് ചെയ്യുന്നത്? സാറ് ചോദിച്ചല്ലോ, ആ കണ്ണടച്ചിരിക്കുമ്പോൾ ആ വന്നിട്ടുള്ള കാര്യം, കണ്ണടച്ചിരുന്ന് അതാ ഒരു കത്തിയിട്ട് വന്ന് നമ്മൾ ഓർക്കുന്നു, നമ്മൾ ഇനി കത്തിയെടുത്ത് കുത്തുകയാണോ വേണ്ടത്, അതെന്താ വേണ്ടിയെന്ന് അവൻ്റെ ആ മനസ്സിനെ മാറ്റിമറിക്കാൻ ലഹരിക്ക് കഴിഞ്ഞു. അതിൻ്റെ ശാസ്ത്രീയതയ്ക്കൊന്നും ഞാൻ പോണില്ല സാർ. സാർ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ പേടിയുണ്ട്, അതിനെക്കുറിച്ച് പറയാൻ പേടിയുണ്ട്. ഞാൻ അതിൻ്റെ നമ്മൾ കണ്ട കുറച്ച് അനുഭവങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ സ്കൂളുകൾ സേഫാണെന്ന് കരുതും. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ ഈ നല്ല തെളിഞ്ഞ പ്രദേശത്തെ, എൻ്റെ നാട്ടിലും ഒക്കെ എല്ലായിടത്തും സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയുള്ളത്, ഞാൻ ചോദിക്കുകയാണ്, വെറുതെ ചോദിക്കുക, നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന തെളിഞ്ഞ മനസ്സുള്ള ആൾക്കാരുടെ വീട്ടിലത്തെ കാര്യമല്ല ചോദിക്കുക, എന്നാൽ പോലും ചോദിക്കുകയാണ്, നമ്മുടെ വീടിനകത്ത്, കേട്ടോളൂ, നമ്മുടെ വീടിനകത്ത് ആർക്കൊക്കെ സ്വബോധമുണ്ട് ഇല്ല, അല്ലെങ്കിൽ ആർക്കൊക്കെ ഭ്രാന്തുണ്ട് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സ്വബോധമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ഒരു അസുഖം എന്ന നിലയിൽ ആർക്കും വരാവുന്ന അസുഖമാണ് മാനസിക രോഗം സർ. അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെയുള്ള മയക്കുമരുന്നിൽ അടിമപ്പെട്ട് അതിലേക്ക് വന്ന് ഒരു പക്ഷേ എൻ്റെ മോൻ നോർമലാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ടോ? ഞാനതാ പറയണേ. എല്ലാ വീടുകളിലും അതുപോലും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നു എങ്കിൽ, ഞാൻ സ്ഥലം ഒന്നും പറയുന്നില്ല, 3 ആൺമക്കളുള്ള ഒരമ്മ, സഹോദരിമാര്, ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾ, പെൺമക്കൾ, എൻ്റെ മോളെ ഡിഗ്രിക്കാണ് പഠിക്കാൻ കേട്ടോ. എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള മക്കളുണ്ടെങ്കിൽ
നിങ്ങളാരും എന്താ ഈ സാറ് ഇങ്ങനെ മൂന്ന് ആൺമക്കൾ എന്ന് പറയുമ്പോൾ എന്തിനാ സാറ് ഇങ്ങനെ 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 പൊന്തിണ് എന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ആൺ പെൺ എന്ന വ്യത്യാസത്തിൻ്റെ യാതൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, പെൺകുട്ടിയാണോ എന്ന വിവേചനത്തിന്റെ യാതൊരു ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും എത്ര സ്ത്രീ സമത്വത്തെക്കുറിച്ച് നമ്മൾ വാദോരാതെ പ്രസംഗിക്കുമ്പോഴും അമ്മമാരെ തന്നെ ഉമ്മമാരെ തന്നെ ഞാൻ കുറ്റം പറയും. ചില അമ്മമാരെ തന്നെ പറയണത് ഞാൻ കേൾക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞാനും ഇതുപോലത്തെ ഒരു തനി നാടൻ പ്രദേശത്ത് നിന്ന് വരുന്ന ആളാട്ടോ, ആയിക്കോട്ടെ ഞാൻ എടുത്തോളാം. അമ്മമാരെന്നെ പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്ക് 2 ആൺകുട്ടികളാ. ചിലർ പറയും ഓൾക്ക് എന്താ പേടിക്കാള്, ഓൾക്ക് 2 ആൺകുട്ടി ഇല്ലേ അല്ലേ, പറയാറില്ലേ? ഉണ്ട്. സ്ത്രീ സമത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവരെന്നെ പറയും എനിക്ക് 2 ആൺകുട്ടികളാന്ന് അഭിമാനം. പെൺകുട്ടികളായ എന്ത് കുഴപ്പം? എൻ്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, അല്ലാതെ അണക്കെന്താ പേടികൾ, അണക്കൊരു ആൺകുട്ടി ഉണ്ടല്ലോ. പക്ഷെ എൻ്റെ സ്ഥിതി അതല്ലടോ, 2 പെൺകുട്ടികളാ. പെൺകുട്ടികളായ എന്ത് കുഴപ്പം? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പഠിച്ച് വളർന്ന്, വെറുതെ പഠിച്ചാൽ പോരാ, നന്നായി പഠിക്കണം. വെറുതെ വളർന്നാൽ പോരാ, വഴി പിഴയ്ക്കാതെ വളരണം. നന്നായി പഠിച്ച് വഴി പിഴയ്ക്കാതെ വളർന്ന് നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ആൺകുട്ടിയെ കൊണ്ടാണോ പെൺകുട്ടിയെ കൊണ്ടാണോ അച്ഛനും അമ്മയ്ക്കും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ ഗുണം കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഇപ്പോഴും പറയും, സ്ത്രീകൾ പോലും പറയും എനിക്ക് 2 ആൺകുട്ടികളാണ്. അന്ന് ഈ ഉമ്മയും പറയുമായിരുന്നു എനിക്ക് 3 ആൺകുട്ടികളാ. മൂത്ത മകന് 22 വയസ്സ്, കേട്ടോളൂ. രണ്ടാമത്തെ മകന് 15 വയസ്സ്, മൂന്നാമത്തെ മകന് 7 വയസ്സ്, 2ാം ക്ലാസ് പഠിക്കണു. പക്ഷേ ഈ 7 വയസ്സുകാരൻ്റെ പ്രത്യേകത എന്താ അറിയോ? അവൻ്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും വല്ലാത്തൊരു ഇഷ്ടം ഈ മൂത്ത ഏട്ടനോടാണ്. കാരണം ഈ മൂത്ത ജ്യേഷ്ഠന് ഒരു 15 വയസ്സുള്ളപ്പോഴാണ് ഉമ്മ ഇവനെ പ്രസവിക്കണേ. പിന്നെ ഒരു 5-6 മാസം ഉമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ്റെ കൂടെ കാക്കാൻ്റെ കൂടെ അവൻ കിടക്കുവോ, കാക്കാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കൂ, എന്തിനും കാക്ക വേണം. അതാണ് എല്ലാം അവനാണ്. അവൻ്റെ എല്ലാം അവൻ്റെ ജ്യേഷ്ഠനായിരുന്നു. രാത്രി ശക്തമായ ഇടിയും മിന്നലൊക്കെ വരുമ്പോൾ പലപ്പോഴും പേടിച്ച് വിറയ്ക്കും. അവന് ഭയങ്കര പേടിയാ. പക്ഷെ അവൻ്റെ കാക്ക അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കാക്കാനെ കെട്ടിപ്പിടിച്ച് അവൻ കിടക്കും. എന്നിട്ട് അവൻ സ്വയം മനസ്സിൽ പറയും, ഞാൻ എൻ്റെ ഏട്ടനെ, എൻ്റെ കാക്കാനെ കെട്ടിപ്പിടിച്ച കിടക്കണേ, ഒരു ഇടിയും മിന്നലും എന്നെ ഏൽക്കൂല. കാരണം അവൻ ആരെക്കാളും വലുതാണ് എൻ്റെ ജ്യേഷ്ഠൻ എന്ന അഭിമാനത്തോടെ അവൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. അന്ന് രാത്രിയും കിടന്നുറങ്ങി. വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഉമ്മ ഉറങ്ങാൻ പോണതിന് മുമ്പേ മക്കള് ഉറങ്ങുന്ന മുറിയിലൊന്ന് വന്ന് നോക്കി. ഒന്ന് നോക്കുമ്പോൾ 3 മക്കളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ അതിനപ്പുറത്തൊരു സന്തോഷമില്ല. നമ്മുടെ മക്കൾ സ്നേഹത്തോടു കൂടി കഴിയുന്നത് കാണാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണേ അല്ലേ? ഉമ്മ വന്ന് നോക്കുമ്പോൾ 3 മക്കളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. ഈ ചെറിയ മോൻ, ആ 7 വയസ്സുള്ള 2ാം ക്ലാസ്സുകാരൻ, അവൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ ശരീരത്തേക്ക് കാലക്കൾ കയറ്റി വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞി കൈകൾ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞിട്ട് ആ ഉമ്മ വാതിൽ പതുക്കെ ചാരി, പതുക്കെ അടച്ചു. സ്പീഡിൽ അടച്ചാൽ ആ ശബ്ദം കേട്ടിട്ട് എൻ്റെ പൊന്നുമക്കള് ഉണരരുത് എന്ന് കരുതി വാതിൽ പതുക്കെ ചാരി പോയി കിടന്നുറങ്ങിയതാണ്. അന്ന് രാത്രിയിൽ എപ്പോഴാണെന്നറിയില്ല. ആ മൂത്ത മകൻ, ആ 22 വയസ്സുള്ള മൂത്ത മകൻ, അവനെ ഈ ലോകത്ത് അവൻ്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും അവനെ സ്നേഹിക്കുന്ന അവൻ്റെ പൊന്നനിയൻ്റെ ഇടനെഞ്ചിലേക്ക് ഒരു കഠാര കുത്തി ഇറക്കും അന്ന് രാത്രി എന്ന് ആ ഉമ്മയും ഉപ്പയും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കുത്തി കൊന്നുകളഞ്ഞു. ഇത് സിനിമാ കഥയല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും ഇത് സിനിമാ കഥയാണ്. അല്ല, ഞാൻ സ്ഥലമൊന്നും പറയുന്നത് തെറ്റാണ്. ഒരു പക്ഷേ നമുക്കറിയാവുന്നൊരു സ്ഥലത്ത് നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. ആ കുത്തു വന്ന് ഇടനെഞ്ചിൽ വന്ന് തറിച്ചപ്പോഴും ആ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നിട്ട് അവൻ വിളിച്ചത് ഉമ്മ എന്നല്ല വിളിച്ചേ. നമ്മൾ വേദനിക്കും ഉമ്മ എന്നറിയാതെ വിളിക്കും, അല്ലെ അമ്മേ എന്ന് വിളിക്കും. അപ്പോൾ അവൻ വിളിച്ചത് കാക്ക, എന്നെ ആരെ കൊല്ലണ് കാക്ക. തുരുതുര കത്തി അവൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. അപ്പോഴേക്ക് ആ 15-കാരൻ ഞെട്ടി ഉണർന്നു. അവൻ ഈ കാഴ്ച കണ്ടു. കത്തി അവൻ്റെ നേരെ വീശി. ആ കത്തി ഇവിടെ തട്ടി. അവൻ ഇറങ്ങി ഓടി. ഇത് ഒരു വേദിയിൽ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ ഡോക്ടർ അഖിൽ സാറിനെ പോലെ ഒരു ഡോക്ടർ അവിടെ ഇരുന്നിരുന്നു. ഡോക്ടർ പേരും ഞാൻ പറയില്ല, കാരണം ആ സ്ഥലം വ്യക്തമാവാതിരിക്കാൻ. ആ ഡോക്ടർ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മിസ്റ്റർ ഗണേഷ്, അന്ന് ആ കുട്ടിയെ ആ ഡെത്ത് ഉറപ്പിച്ചത്, അത് മരിച്ചു എന്ന് ഉറപ്പിച്ചത് ഞാനായിരുന്നു. എൻ്റെ മുന്നിലേക്കാണ് ആ കുട്ടിയെ കൊണ്ടുവന്നത്. കുത്തിക്കൊന്നു കളഞ്ഞു. ആ 22-കാരൻ സ്വന്തം മകന് മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ അച്ഛനും അമ്മയ്ക്ക് പോലും സാധിച്ചില്ല. പിന്നെ ആർക്ക് സാധിക്കും? ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഭ്രാന്തന്മാർ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് നിങ്ങൾ കരുതും ഇതെന്തിനാ ഞങ്ങളോട് പറയണേ? കേട്ടോളൂ, ഞാൻ ആരും പേടിപ്പെടുത്താൻ വേണ്ടി പറയല്ല.
ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ നമ്മുടെ വീടിനകത്തുണ്ടായാൽ ഇതിലും അപ്പുറത്തുള്ള ദുരന്തങ്ങൾ നമ്മുടെ വീട്ടിലും സംഭവിച്ചേക്കാം. ഇതിനപ്പുറത്തുള്ള ദുരന്തങ്ങൾ നമ്മുടെ വീട്ടിലും സംഭവിച്ചേക്കാം. അപ്പോഴും കരുതും നമ്മുടെ കുട്ടികളൊന്നും അങ്ങോട്ട് പോവില്ല എന്ന്. അങ്ങനെ തന്നെ ആവട്ടെ, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അതാണ്. പക്ഷെ അത്ര അധികമായിട്ട് അന്ധമായിട്ട് നമ്മളെ മക്കളെ വിശ്വസിക്കേണ്ട. നമ്മുടെ മക്കളെ മോശപ്പെടുത്തിയിട്ടേ അല്ല ഞാൻ പറയുന്നത്, അവർ നല്ലവരാണ്, നല്ല കുട്ടികളാണ്. പക്ഷേ പല സാഹചര്യങ്ങളും അവരറിയാതെ അതിലേക്ക് വീണു പോവാൻ സാധ്യതയുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണേ. ഇത് നേരിട്ട് കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഒറ്റ ഉദാഹരണം പറയാം, രക്ഷിതാക്കളുടെ മനോഭാവത്തിൻ്റെ ഇതറിയാൻ വേണ്ടി മാത്രം പറയാം. ഞാൻ വർക്ക് ചെയ്യും, നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ, ആ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ലാൻഡ് ഫോണിക്ക് ഒരു വിളി വന്നു. അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ വിളിക്കുന്നത് ഇന്ന സ്ഥലത്ത് നിന്നാണ്, സ്കൂളിൻ്റെ മുന്നേ, ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു, ആ സ്കൂളിൻ്റെ മുന്നിൽ നിന്നാണ് വിളിക്കണേ. ഇന്ന് ഉച്ചയ്ക്ക് കുട്ടികൾ ലഞ്ച് ബ്രേക്ക് കൂടുതൽ, പള്ളിയിൽ പോകാനൊക്കെ സമയം കൂടുതലുണ്ടല്ലോ വെള്ളിയാഴ്ച, ആ സമയത്ത് കുട്ടികൾ പുറത്തേക്ക് പോവും. ഈ സമയത്ത് അവർക്ക് എന്തോ ഒരു മയക്കുമരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരു ചങ്ങാതി അവിടെ വരുന്നുണ്ട്. ഒരു വണ്ടിയുടെ നമ്പർ പറഞ്ഞു, നിറം പറഞ്ഞു വന്നു, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് പോയി. ഒരു 12 മണിയാകുമ്പോഴേ അവിടെ എത്തി. ഈ വേഷത്തിലൊന്നും അല്ല പോയത്. ഉസ്താദ് ഇരിക്കുമ്പോൾ പറയാം, ഞാനൊരു ഉസ്താദിൻ്റെ വേഷത്തിലാണ് പോയത്. ഒരു വെള്ളമുണ്ട്, ഒരു ഫുൾ കൈ ഷർട്ടൊക്കെ. ഇതേപോലല്ല, ഒരാളെ പിടിക്കാൻ വേണ്ടി വേഷം മാറുന്നത് കുഴപ്പമില്ലല്ലോ, കാരണം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. ഇന്ന് എവിടെ കണ്ടാലും തിരിച്ചറിയും. അപ്പോൾ ഞാനൊരു ടവലൊക്കെ എടുത്ത് തലയിൽ കെട്ടിയിട്ട് ഒരു വെള്ളമുണ്ട കൊടുത്തൊരു ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് ഞാനും പോയിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. അപ്പോൾ പോയി നിന്നു, 2 മണി വരെ നിന്നു. അപ്പോഴും ഈ വണ്ടിയൊന്നും വന്നില്ല. ഞങ്ങൾ മടങ്ങിപ്പോന്നു. അടുത്ത വെള്ളിയാഴ്ച രാവിലെ വീണ്ടും വിളിക്കുന്നു. ഈ വിളിക്കുന്ന ആൾ ആരാണ് എന്നൊന്നും ഞങ്ങൾ അറിയില്ല. കാരണം ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരാൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഫോണിലേക്ക് ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് ആരാണെന്നൊന്നും ഞങ്ങൾ ചോദിക്കില്ല. ഇനി ചോദിച്ചാൽ തന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരിക്കലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു പറയുന്ന പരാതികൾ അവിടെ നിന്ന് ലീക്കായി പോവും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വിളിക്കാം. നമ്പറൊക്കെ ഞാൻ പറഞ്ഞു തരാം. കാരണം ഈ ചുറ്റുപാടുകളിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും, നമ്മുടെ സ്ഥലത്തൊരു പുതിയ ഒരു താമസക്കാർ വന്നു, അല്ലെങ്കിൽ പഴയ താമസക്കാരനെ ആരെങ്കിലും ഈ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയുന്ന ഏതെങ്കിലും ഒരാൾ ഈ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ആ അയാളും കൂടി കരുതണം. ഇത് ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ ഞാനും കൂടി ശ്രമിച്ചാലേ പറ്റൂ എന്ന് അവർക്കൊരു തോന്നൽ വേണം. ഇത് എന്നെ ബാധിക്കൂല, ഞാനെന്തിനാ റിസ്ക് എടുക്കണം എന്നൊന്നും ആരും ചിന്തിക്കരുത്. അതിനുള്ള നമ്പറുകൾ ഞാൻ പറഞ്ഞുതരാം. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു കോൾ ചെയ്യുക. നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്തു പോവില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആരോടും പറയരുത്. വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് പറയും, പിന്നെ പെണ്ണുങ്ങളോട് പറയും, എടീ ഓൻ്റെ കാര്യം ഇന്ന് തീരുമാനമാവും, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആരുടെ കാര്യം? മോനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ? ആരോടും പറയണ്ടട്ടാ പറയും. മൂപ്പത്തിയാരിങ്ങനെ അപ്പുറത്ത് വെള്ളം കോരാൻ പോകുമ്പോഴാണ് ഇത് മനസ്സിൽ നിൽക്കണില്ല. നബീസാത്ത പിന്നെ നിങ്ങളാരോടും പറയണ്ടട്ടാ, മറ്റവൻ്റെ കാര്യം എൻ്റെ മൂപ്പര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തട്ടിമുട്ടി റൗണ്ട് അടിച്ച് മൂപ്പര് ചെവിയിലെത്തിയിട്ട് അവസാനം എക്സൈസ് എന്ന് ചോർന്നൊന്ന് പറയണ്ട, ഒരിക്കലും ചോരില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, നമ്പർ പറഞ്ഞു തരാം. നമ്മുടെ മലപ്പുറത്തെ കൺട്രോൾ റൂം നമ്പർ 0483 273 48 86. കേട്ടോളൂ, 0483 273 48 86. 24 മണിക്കൂറും അതെടുക്കാൻ ഒരു ഓഫീസർ അത് അവിടെ എടുക്കാൻ അവിടെ ഇരിക്കും. അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അത് കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുക്കണം. പരമാവധി കൃത്യത നമ്മളതിൽ വരുത്തണം. എന്നിട്ട് അതിന് നടപടി ഉണ്ടാവും, യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പറയാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നുകൂടി നിങ്ങളൊന്ന് വരണം, കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ വന്നിട്ടുണ്ട്, ഇന്നുകൂടി വരണം. ഞങ്ങൾ പോയി അവിടെ കാത്തു നിന്നു. കൃത്യം ഒരു മണി സമയമായപ്പോഴേക്ക് ഇതാ ആ ബൈക്ക് കയറി വരുന്നു. ആ ബൈക്ക് കയറി വരുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾ, സാർ ആയിക്കോട്ടെ, സാറിന് തിരക്കുണ്ട്, രണ്ടു സാറ് പോകണം, കുഴപ്പമില്ല സാർ, എന്തായാലും സന്തോഷമുണ്ട് സാറിൻ്റെ കൂടെ ഒരു വേദിയിൽ ഇരിക്കാൻ സാധിച്ചതിൽ. ഓക്കെ സാർ. അപ്പോൾ ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് വണ്ടി വന്നു. ഞങ്ങൾ സിഗ്നൽ കൊടുത്തു, 4 സൈഡിൽ നിന്ന് ഞങ്ങൾ ഓടി വന്നു. ഈ വണ്ടി നിർത്തിയ പാടെ കയറി ചെന്ന് അതിന് കീ ഊരി ആളെ ഇറക്കി പരിശോധിച്ചു. അയാളെ കയ്യിൽ നിന്ന് ഒരുപാട് മയക്കുമരുന്ന് കിട്ടി. അതിൻ്റെ പേരൊന്നും ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല, ഇവിടെ ചെറിയ കുട്ടികൾ ഇരിക്കുന്നത് കൊണ്ട് ഈ പേരുകൾ പരസ്യമാക്കണ്ട എന്ന് കൃത്യമായിട്ടൊരു നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. ഒരു മയക്കുമരുന്ന് കിട്ടി. ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയോ? ഈ മരുന്നൊക്കെ തപ്പിയെടുക്കും. എവിടേക്കോ ഒളിപ്പിച്ച് വെക്കാമെന്നും പറയാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ ഞാൻ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, പല സ്ഥലത്തും ഒളിപ്പിച്ച് വെക്കും. അതൊന്നും
മൈക്കിലൂടെ പറയാൻ പറ്റില്ല, എന്നാലും ഞങ്ങൾ തപ്പിയെടുക്കും, അതൊക്കെ ഞങ്ങളെ പണിയാണ്. എന്തായാലും അതെടുക്കും. ഒരു 10 മിനിറ്റ് ഇയാളോട് സംസാരിക്കും, ഫോണൊക്കെ വാങ്ങി മാറ്റി വെക്കും. പിന്നെ അയാളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഞങ്ങൾ ചിലപ്പോൾ എടുക്കും. അവൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഞങ്ങൾ എടുക്കും. ഞങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യും. അതൊരു ഫോൺ വരുമ്പോൾ ഞങ്ങൾ ശബ്ദം മാറ്റിയിട്ട് എടുക്കണ മാതിരി എടുക്കും. കുറച്ച് മിമിക്രിക്കാരൊക്കെ എക്സസൈസിലുണ്ട്. അതുകൊണ്ട് അന്ന് വന്നപ്പോൾ ആദ്യത്തെ ഒരു വിളി വന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സാറ് ഫോൺ എടുക്കുന്നുണ്ട്. അയാൾ ചോദിച്ചു എന്തേ? അപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങളെവിടെ ഉള്ളത്? ഞങ്ങൾ ഇവിടെ കണ്ട്. എന്തേ? ഞാൻ വരട്ടെ, ലേശം സാധനം കിട്ടുമോ? അപ്പോൾ ഈ സാർ അങ്ങോട്ട് മറുപടി പറഞ്ഞു, അല്ല ചങ്ങ ഇങ്ങോട്ട് വരണ്ട, പുതിയൊരു SI വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം കേട്ടോ. ഒരു പുതിയ SI വന്നിട്ടുണ്ട്. ആ പഹയനെ കൊണ്ട് യാതൊരു സ്വൈര്യവും ഇല്ല. എവിടെയൊക്കെ വേഷന്മാർ നിൽക്കുന്നത് പറയാൻ പറ്റൂല. ഈ പഹയൻ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. അല്ലാതെ ഇപ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്യില്ലല്ലോ നമ്മൾ. ഇത് പറയുമ്പോൾ ഇവനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അജ്ജി ഒരു കാര്യം ചെയ്തു, അജ്ജി അപ്പുറത്ത് ആ ബസ് സ്റ്റോപ്പിൽ, മൂടാല് ബസ് സ്റ്റോപ്പിൽ അവിടെ പോയി നിന്നോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നു. നല്ല തിരക്കുള്ള സമയമാണ്. നല്ല വലിയ ലോറികളുണ്ട്, ബസ്സുകളുണ്ട്. അതിന്റെ ഇടതുഭാഗത്ത് കൂടെ ഇങ്ങനെ ഇങ്ങനെ പെട്ടപ്പിച്ചുകൊണ്ട് ഒരു ബൈക്ക് വരുന്നു. ആ ബൈക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തു, റൈറ്റ് കട്ട് ചെയ്തു. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു ഫോൺ എടുക്കുന്നു, ആരെയോ വിളിക്കുന്നു. വിളിച്ചപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, ഞങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ഇത് കാണുന്നുണ്ട്. ഈ ഫോൺ അങ്ങനെ ആരെയോ വിളിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഫോണാണ് അടിക്കണേ. അപ്പോൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, നേരത്തെ വിളിച്ച ആളാണ്. പിടിച്ചു. നേരെ ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്നു. നല്ല ചെറുപ്പക്കാരനാണ്, സുമുഖനാണ്. കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് ഞാനങ്ങനെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല. അത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അത് പറയാം. കൊണ്ടുവന്നു. അടുത്ത കോള് വന്നു. അപ്പോഴേക്കും അടുത്ത കോള്, അതായത് തുരുതുരാ വിളികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഈ ഫോൺ എടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ്, ഒരു സാറ്. ആ സാർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അടുത്ത കോള് വരുന്നു, അടുത്ത സ്ഥലം പറയുന്നു, അടുത്ത ആളെ കൊണ്ടുവരുന്നു. കേട്ടോളൂ, ആദ്യത്തെ 2-2.5 മണിക്കൂറിനുള്ളിൽ 22 വിളികളാണ് അവൻ്റെ ഫോണിലേക്ക് വന്നേ. ഈ 22 വിളികളിൽ ഒരു വിളി ഒരു സ്ത്രീ വിളിച്ചു. കേട്ടോളൂ, സ്ത്രീകളും ഇതിൻ്റെ കാരിയേഴ്സ് ആയിട്ടുണ്ട്. പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് പുതിയൊരു കേസ് കിട്ടും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ ഫോൺ എടുത്തു. ഈ സ്ത്രീ ചിലപ്പോൾ ഈ സാധനം കടത്തിക്കൊണ്ടുവരുന്ന ആളായിരിക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ എവിടെ എത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയ അച്ഛൻ വേണ്ട, അവിടെ ഇറങ്ങണ്ട, ഇപ്പുറത്ത് കുറ്റിപ്പുറത്ത് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മളൊരു സ്ഥലം പറഞ്ഞു കൊടുത്ത് നേരിട്ട് പോയിട്ട് പൊക്കി ഇങ്ങനെ എടുക്കാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഫോൺ എടുത്തു. പക്ഷെ ആ വിളിച്ചത് ഈ പിടിച്ചു കൊണ്ടുവന്ന ആളുടെ ഭാര്യയായിരുന്നു. അത് ആയിരുന്നു. പക്ഷെ കേട്ടോളൂ, സ്ത്രീകൾ പോലും അടിമപ്പെടുന്നു, പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് തിക്തഫലങ്ങൾ ഏറ്റവും അനുഭവിക്കുന്നത് സ്ത്രീകളാണ്, അല്ലെ? വീട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അധികം തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്, അല്ലേ? ഒന്നുകിൽ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് ലക്ക് കെട്ട് വന്നിട്ട് സ്വന്തം അമ്മയെ അടിക്കുന്നതും ഇടിക്കുന്നതും കണ്ട് വളരേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി. ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നും അമ്മയെ അടിക്കുന്നത് കാണുകയാണ്, അല്ലെങ്കിൽ എന്നും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു ഭാര്യ. ഇതുമല്ലെങ്കിൽ എന്ന് നാടിനും നാട്ടാർക്കും ഒക്കെ ശല്യമായിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു മകൻ എനിക്കുണ്ടായി, പടച്ചോനെ ദൈവമേ, എങ്ങനെ എനിക്കിങ്ങനെ ഒരു മകൻ എൻ്റെ വയറിൽ തന്നെ, എൻ്റെ ഉദരത്തിൽ തന്നെ അവൻ വന്ന് കൊരുത്തൽ പിറന്നല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട അമ്മ. ഈ 3 ഘട്ടത്തിലും പെടാതെ ഒരു പെൺകുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതകാലം കഴിച്ചു കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. യാതൊരു ലഹരിക്കും അടിമപ്പെടാത്ത ഒരു അച്ഛനെ അല്ലെങ്കിൽ ഒരു ഉപ്പയെ കിട്ടുക, അല്ലെങ്കിൽ യാതൊരു ലഹരിക്കും അടിമപ്പെടാത്ത ഒരു ഭർത്താവിനെ കിട്ടുക, യാതൊരു ലഹരിക്കും അടിമപ്പെടാത്ത ഒരു മകനെ അല്ലെങ്കിൽ മകളെ കിട്ടുക, ഇതൊരു ഭാഗ്യമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ശക്തമായ ഒരു ഉപരോധം വരുന്നത് സ്ത്രീകളുടെ ഭാഗത്തുനിന്നായിരുന്നു, അല്ലേ? ഉപരോധം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലക്കാർഡുകളുമായിട്ട് സമരം ചെയ്ത് കളക്ടറേറ്റിന്റെ മുന്നിൽ പോയി സമരം ചെയ്തു എന്ന അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറയണേ. ആ ഉപരോധത്തിന്റെ വഴിയുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കൾ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ പറയാലോ, കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു മദ്യപാന സദസ്സൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ മദ്യപാനത്തിന് കണ്ട ആകെ ഒരു ഗുണം അതാട്ടോ, ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, എന്നാലും പറയാം, നെഗറ്റീവായിട്ട് എടുക്കരുത്. ഭയങ്കര സഹകരണമാവും. അവിടെ ജാതി മതമൊന്നുമില്ല, അല്ലേ ഉസ്താദ്? അല്ലേ? അവിടെ ഭയങ്കര സഹകരണം. അത് വലിയ, അവിടെ ജാതി മതം ആരൊന്നുമില്ല. ഒരു മദ്യപാന സദസ്സ് നടക്കുകയാണ്, അത് കൂടെ ഒരാൾ നടന്ന് വേണ്ട അടിക്കുന്ന ആളായിക്കൂടെ നടന്നു പോവാണെങ്കിൽ ഡാടാ വാടാ ഒരെണ്ണം ഒഴിക്ക വാ. ചിലവര് വാച്ചിലേക്ക് വെക്കും, അയ്യോ 4 മണിയായി, വൈകുന്നേരം 4 മണിയായി, വേണ്ട. അതെന്തേ? ഇപ്പൊ കുടിച്ചാലേ വീട്ടിലെത്തുമ്പോഴേക്ക് മണം പോവില്ല. മണം പോയില്ലെങ്കിൽ എന്താ? എൻ്റെ പെണ്ണുങ്ങൾ വലിയ പ്രശ്നമാടോ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഭാര്യനെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, എൻ്റെ പെണ്ണുങ്ങൾ ഭയങ്കര പ്രശ്നമാടോ, ഓളെ സ്വൈരക്കേട് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് വേണ്ട എന്ന് പറയും ചിലവർ. വേറെ ചിലർ പറയും ഇങ്ങനെ വിളിച്ചാൽ പിന്നെ വാച്ചിലൊക്കെ വേണ്ട എന്ന് പറയുമ്പോൾ, ഭാര്യ വലിയ പ്രശ്നമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ
ഭാര്യ എന്ത് പ്രശ്നം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പലരും പല മനോഭാവക്കാരാണല്ലോ. ഭാര്യ അങ്ങനെയല്ല, ഭാര്യ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് അവിടെ ഉണ്ടാവും, അതല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? എൻ്റെ മോള് ഞാൻ കുടിച്ചിട്ട് കയറി വരുമ്പോൾ, എൻ്റെ പടി കയറി വരുമ്പോഴേക്ക് അവൾക്കറിയാം, എൻ്റെ മോൾക്കറിയാം ഞാൻ കുടിച്ചിട്ടാ വരണേ എന്നുള്ളത്. അവൾക്കത് വല്ലാത്ത സങ്കടമാണ്. എൻ്റെ മോളുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ, അത് കേൾക്കാൻ വയ്യ. അങ്ങനെ പറയുന്നവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭാര്യയുടെ സ്വൈരക്കേട്, ഞാൻ പറഞ്ഞ സ്വൈരക്കേടല്ല, അയാൾ പറഞ്ഞ ആ സ്വൈരക്കേടായാലും ഈ മകളുടെ സങ്കടമായാലും ഇതിനെതിരെയുള്ള ശക്തമായൊരു പ്രതിരോധമാണ്, ഉപരോധമാണ്. അതുകൊണ്ട് കുറച്ച് നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ ശക്തമായ മനോഭാവത്തിന് ഒരു മൃദു സമീപനം വരുന്നു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഒരു മൃദു സമീപനം ലഹരിയോടും മദ്യപാനത്തോടും വരുന്നു എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഇത് ഞാൻ പറയുന്നതല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ ഒരു പ്രമുഖ പെൺകുട്ടികൾ, പഠിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ കേട്ടോളൂ, കേരളത്തിലെ ഒരു പ്രമുഖ ഒരു ദിനപത്രത്തിന്റെ വാർഷിക പതിപ്പിന് വേണ്ടിയിട്ട് കേരളത്തിലെ കോളേജുകളിലെ പെൺകുട്ടികൾക്കിടയിൽ ഒരു സർവേ നടത്തി. കോളേജിലെ പെൺകുട്ടികൾക്കിടയിൽ നടത്തിയ സർവേയാണ്. ആ സർവേ ഇതായിരുന്നു: നിങ്ങളുടെ പ്രതിശ്രുത വരനിൽ, അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോണ ആളിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത 10 ശീലങ്ങൾ ചോദിച്ചു. 10 ഹാബിറ്റുകൾ, 10 ശീലങ്ങൾ ചോദിച്ചു. അതിൽ ഒന്ന് മദ്യപാനമായിരുന്നു. അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ വരുന്ന ആൾ മദ്യപിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ, യെസ് ഓർ നോ എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. അതിൽ എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആള് മദ്യപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് രേഖപ്പെടുത്തിയത് കേരളത്തിലെ കോളേജുകളിലെ വെറും 20% പെൺകുട്ടികളാണത്രേ. ഇതൊരു വേദിയിൽ പറഞ്ഞപ്പോൾ, വേദിയിൽ അന്ന് ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ യൂണിറ്റുകൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളവിടെ മാറാക്കരയും കോട്ടയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുഞ്ഞിക്കോമു മാഷാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അന്ന് കുഞ്ഞിക്കോമു മാഷ് വേദിയിലുണ്ട്. അപ്പോൾ കോമാഷ് എന്നോട് പറഞ്ഞു, ഗണേശേ ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. ഗണേശൻ്റെ ഈ സർവേ, മൂപ്പർ അത് തന്നെ നോക്കിയിരിക്കുന്ന ആളാണ്, ഈ വക ലഹരിയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളാണ്. മാഷ് പറഞ്ഞു, ഈ സർവേ നടത്തിയത് ഇന്ന വർഷമാണ്. അതിനുശേഷം ഈയിടെ ഒരു സർവേ കൂടി നടന്നിട്ടുണ്ട്, സമാനമായിട്ട് ഒരു സർവേ. ആ സർവേയിൽ ഈ 20% എന്നത് 13ലേക്ക് ഇങ്ങോട്ട് വീണ്ടും ഇറങ്ങി വന്നിട്ടുണ്ട്. ബാക്കി 87% പെൺകുട്ടികളുടെയും മനോഭാവം എന്താണ്? എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആള് അല്പസ്വല്പം മദ്യപിച്ചാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, വളർന്നു വരുന്ന പെൺകുട്ടികൾ പോലും ആ തരത്തിലാണ് വളരുന്നത് എങ്കിൽ കേരളത്തിൽ പിടിച്ചാൽ കിട്ടുമോ? ശക്തമായ മനോഭാവം വേണം.